അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകളിൽ പറഞ്ഞിട്ടുണ്ട്, ഐ എം ആക്സിഡന്റൽ പൊളിറ്റീഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമാണ്. ഒരു 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 നിർണായക ഘട്ടം വന്നപ്പം ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള ഒരു അടവായിരുന്നു ശ്രീ മൻമോഹൻ സിംഗിനെ ഇറക്കുക എന്നുള്ളത്. ഒരു ഇന്റർവ്യൂവിൽ ഞാൻ തോന്നുന്നു രാഹുൽ ഗാന്ധിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് BJP സർക്കാരിനെ ഒപ്പോസ് ചെയ്യുന്നത്? കാരണം UPA സർക്കാർ എന്തൊക്കെ സാമ്പത്തിക നയങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്, അത് തന്നെയാണ് BJP സർക്കാരും, അതിൽ പലതുമാണ് BJP സർക്കാർ ഇപ്പോഴും നടത്തുന്നതെന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം കൊടുക്കുന്നൊരു മറുപടി ഉണ്ട്. ഒന്നാം UPA സർക്കാർ അവരുടെ തെറ്റുകൾ, പിഴവുകൾ തിരുത്തിക്കൊണ്ടാണ് രണ്ടാം UPA സർക്കാരിലേക്ക് പോകുന്നത്. പക്ഷേ BJP ആ തെറ്റുകൾ എന്തൊക്കെയാണോ അത് അതുപോലെ തന്നെ പാലിക്കുകയാണ് ചെയ്യുന്നത്, അത് തിരുത്തുന്നില്ല. ആരോഗ്യപരമായിട്ട് ഭയങ്കര വീക്കായിട്ടിരിക്കുന്ന സമയത്തും 90 വയസ്സെന്തോ ഉള്ള സമയത്താണ് അദ്ദേഹത്തിൻ്റെ അവസാന രാജ്യസഭാ കാലഘട്ടങ്ങളിൽ മറ്റേ BJPക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വരുന്നത്. വീൽ ചെയറിൽ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തിൻ്റെ മോക്ക് കാണുമ്പം അത്രയും ആരോഗ്യപരമായിട്ട് ശോഷിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അതെനിക്ക് പേഴ്സണലി ഭയങ്കര കരിഷ്മ ഫീൽ ചെയ്ത ഒരു മൊമെൻ്റ് ആയിരുന്നു. കാരണം ഒരു 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 രാജ്യത്തിൻ്റെ നേതൃത്വത്തിൽ ഇരുന്നൊരു മനുഷ്യൻ അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ ഏറ്റവും മാക്സിമം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമായിരുന്നു അത്. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഓടുന്നൊരു സാധനം, ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കുമ്പോഴും പേഴ്സണൽ ആവശ്യത്തിന് അദ്ദേഹം സ്വന്തം മാരുതി 800-ലാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. ലൈക്ക് ആർക്ക് ചെയ്യാൻ പറ്റും അത്? കാലം അതിന് മറുപടി കൊടുക്കുകയും ചെയ്തു. നമ്മളൊക്കെ കണ്ടതാണ് അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള ഓരോ ആരോപണങ്ങളുടെയും വിധി എന്തായിരുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ദ ഹിസ്റ്ററി വിൽ ബി മോർ കൈൻഡ് ടു മീ ദാൻ ദ മീഡിയ എന്ന് പറയുന്നത്. എന്തായാലും നിങ്ങൾ കേട്ടോ. ദ ഹിസ്റ്ററി വിൽ ബി കൈൻഡർ ടു മീ ദാൻ ദ മീഡിയ. ഇതാരാ പറഞ്ഞെന്നുള്ളതിലേക്ക് വരാം. അതിന് മുമ്പ് കുറച്ചൊരു ബാക്ക്ഗ്രൗണ്ട് തരാം. ചെറിയ 1-2 തോട്ടുകൾ ഷെയർ ചെയ്യാം. ശ്രീ നരസിംഹറാവു പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്താണ് ഇന്ത്യ അതിൻ്റെ ഏറ്റവും അസന്തുലിതമായിട്ടുള്ള അവസ്ഥയിൽ കൂടെ സാമ്പത്തികമായിട്ടും സാമൂഹികപരമായിട്ടും ആരോഗ്യപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും എല്ലാ തരത്തിലും എന്തൊക്കെയുണ്ടോ എല്ലാ തരത്തിലും ഇന്ത്യ ഏറ്റവും അസന്തുലിതമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയും നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഇന്ത്യ അതിൻ്റെ സന്തുലിതാവസ്ഥയിൽ നിന്ന് താഴെ വീഴും എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ശ്രീ നരസിംഹറാവു ഒരു മനുഷ്യനെ ഫിനാൻസ് മിനിസ്റ്ററായിട്ട് അവരോധിക്കുന്നത്. ശ്രീ ഡോക്ടർ മൻമോഹൻ സിംഗ്. ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ടുകളോ ഒന്നുമില്ലാത്തൊരു മനുഷ്യൻ, ഒരു തരത്തിലുള്ള രാഷ്ട്രീയ മുൻപരിചയങ്ങളും ഇല്ലാത്തൊരു മനുഷ്യൻ. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂകളിൽ പറഞ്ഞിട്ടുണ്ട്, ഐ എം ആക്സിഡന്റൽ പൊളിറ്റീഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമാണ്. ഒരു നിർണായക ഘട്ടം വന്നപ്പം ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള ഒരു അടവായിരുന്നു ശ്രീ മൻമോഹൻ സിംഗിനെ ഇറക്കുക എന്നുള്ളത്. ആ കുതിരപ്പടയാളി ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെ, ആ ഒരു പോളിസി ഷിഫ്റ്റ് നമുക്ക് പിന്നോട്ട് നോക്കിയാൽ മനസ്സിലാക്കാവുന്നതാണ്. ഒന്നും വേണ്ട, ഇപ്പം നമ്മളൊക്കെ ഇപ്പം ജീവിക്കാൻ തുടങ്ങിയിട്ടൊരു 10-30 കൊല്ലമായിട്ടുണ്ടാവും. ആ ഒരു സമയത്തേക്കുള്ള നമ്മളെ കുട്ടിക്കാലത്തേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. നമ്മുടെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന നമ്മുടെ അയൽപ്പക്കങ്ങളും ഇപ്പോൾ ഉള്ള നമ്മുടെ അയൽപ്പക്കങ്ങളും ഒന്ന് നോക്കിയാൽ മതി. നമ്മുടെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന നമ്മുടെ അങ്ങാടികളും പട്ടണങ്ങളും ഇപ്പോൾ ഉള്ള നമ്മുടെ അങ്ങാടികളും പട്ടണങ്ങളും ഒന്ന് നോക്കിയാൽ മതി. ഇതിനൊക്കെയുള്ള ഈ ഒരു ചേഞ്ചിനുള്ള, ഈ ഒരു ട്രാൻസ്ഫോർമേഷനുള്ള ദ വെരി ബേസിക് ഹാൻഡ് കൊടുത്തിട്ടുള്ളത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു എന്ന് വേണം പറയാൻ. കാരണം സാമ്പത്തികമായിട്ടും സാമൂഹികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ആരോഗ്യപരമായിട്ടും ഒക്കെ അസന്തുലിതമായിട്ട് നിന്നുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു സർക്കാർ ഹോട്ടൽ നടത്തേണ്ട കാര്യമുണ്ടോ? അതേ സമയത്ത് നമ്മൾ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ സാമൂഹിക രാഷ്ട്രീയ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കുറച്ചുകൂടെ ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്ത്യനെ മാറ്റിക്കൊണ്ടുവരാൻ പറ്റും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അവിടെയും അദ്ദേഹത്തിനെതിരെയുള്ള അലിഗേഷനിൽ ഒന്ന് പറയുന്നത്, ഇന്ത്യയിലെ സമ്പന്നർ കൂടുതൽ സമ്പന്നരായി, ദരിദ്രർ കൂടുതൽ ദരിദ്രരായി എന്ന് പറയുന്നുണ്ട്.
അവിടെ ഞാൻ എൻ്റെ ചുറ്റുമാണ് നോക്കുന്നത്. കാരണം നമ്മുടെ ചുറ്റുപാട് നോക്കുമ്പോൾ ഉള്ള സാഹചര്യത്തിൽ നിന്ന് ഒരുപാട് വ്യത്യാസത്തോടെ, ഒരുപാട് ഡെവലപ്ഡ് ആയിട്ട്, ഒരുപാട് മെച്ചപ്പെട്ട അവസ്ഥയിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അപ്പം എവിടെയാണ് ദരിദ്രർ കൂടുതൽ ദരിദ്രരായിട്ട് ജീവിക്കുന്നതെന്ന് എനിക്കറിയില്ല, കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഇന്ത്യയിലേക്കുള്ള ഒരു 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 കാലഘട്ടമുണ്ട്, ഒരു ദൂരമുണ്ട്. ഒന്നാം UPA സർക്കാർ രണ്ടാം UPA സർക്കാരിലേക്ക് പോകുമ്പം ഒന്നാം UPA സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള സാമ്പത്തിക നയങ്ങളിൽ നിന്ന് ഒരുപാട് പഠിക്കുകയും ഒരുപാട് മാറ്റങ്ങൾ വരുത്തുകയും ഒരുപാട് തെറ്റുകൾ കണ്ട് അത് പിഴവുകൾ ചൂണ്ടിക്കാണിച്ച് അത് തിരുത്തിക്കൊണ്ടാണ് രണ്ടാം UPA സർക്കാരിലേക്ക് അവർ വരുന്നത്. രണ്ടാം UPA സർക്കാർ കഴിഞ്ഞ് പിന്നീട് BJP സർക്കാർ അധികാരത്തിൽ വരുമ്പം ഒരു ഇന്റർവ്യൂല് ആണെന്ന് തോന്നുന്നു രാഹുൽ ഗാന്ധിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് BJP സർക്കാരിനെ ഒപ്പോസ് ചെയ്യുന്നത്? കാരണം UPA സർക്കാർ എന്തൊക്കെ സാമ്പത്തിക നയങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് അത് തന്നെയാണ് BJP സർക്കാരും, അതിൽ പലതുമാണ് BJP സർക്കാർ ഇപ്പോഴും നടത്തുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം അദ്ദേഹം കൊടുക്കുന്നൊരു മറുപടി ഉണ്ട്, ഒന്നാം UPA സർക്കാർ അവരുടെ തെറ്റുകൾ പിഴവുകൾ തിരുത്തിക്കൊണ്ടാണ് രണ്ടാം UPA സർക്കാരിലേക്ക് പോകുന്നത്. പക്ഷെ BJP ആ തെറ്റുകൾ എന്തൊക്കെയാണോ അത് അതുപോലെ തന്നെ പാലിക്കുകയാണ് ചെയ്യുന്നത്, അത് തിരുത്തുന്നില്ല. ഞാൻ പേഴ്സണലി ഡോക്ടർ മൻമോഹൻ സിംഗിനെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സാധനം, ഒരു രാഷ്ട്രീയക്കാരനേക്കാളും ഒരു നല്ലൊരു അധ്യാപകനായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നുണ്ട്. അത് ഭയങ്കര കൃത്യമാണ്. കാരണം ഒരു രാജ്യത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി, ഒരു രാജ്യത്തിൻ്റെ സാഹചര്യം മനസ്സിലാക്കി, ഒരു രാജ്യത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കി, അതിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ പറ്റും എന്ന് പഠിക്കുകയും എന്ന് റിസർച്ച് ചെയ്യുകയും അതിന് വേണ്ട മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്തിട്ടുള്ള ഒരു നേതാവായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ അദ്ദേഹത്തിനൊക്കെ ഭയങ്കര ക്രിട്ടിസൈസ് ചെയ്യും, ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള മനുഷ്യനാണ്, എവിടെയും അഭിപ്രായങ്ങൾ ലൈക്ക് അങ്ങനെ ദ സോ കോൾഡ് ലൈക്ക് ഒരു പൊളിറ്റീഷ്യൻ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ചാമൊന്നും അദ്ദേഹത്തിന് ഇല്ലാന്ന്. പക്ഷെ എനിക്ക് ഭയങ്കര കരിഷ്മ തോന്നിയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. ആരോഗ്യപരമായിട്ട് ഭയങ്കര വീക്കായിട്ടിരിക്കുന്ന സമയത്തും 90 വയസ്സെന്തോ ഉള്ള സമയത്താണ് അദ്ദേഹത്തിന്റെ അവസാന രാജ്യസഭാ കാലഘട്ടങ്ങളിൽ മറ്റേ BJPക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വരുന്നത്. വീൽ ചെയറിൽ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തിന്റെ മോക്ക് കാണുമ്പോൾ അത്രയും ആരോഗ്യപരമായിട്ട് ശോഷിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അതെനിക്ക് പേഴ്സണലി ഭയങ്കര കരിഷ്മ ഫീൽ ചെയ്ത ഒരു മൊമെന്റ് ആയിരുന്നു. കാരണം ഒരു രാജ്യത്തിന്റെ നേതൃത്വത്തിൽ ഇരുന്നൊരു മനുഷ്യൻ അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നതിന്റെ ഏറ്റവും മാക്സിമം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരുന്നു അത്. പല തരത്തിലുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ വന്നു. 2G സ്പെക്ട്രം പോലുള്ള ഒരുപാട് തലത്തിലുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ വന്നു. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഓടുന്നൊരു സാധനം, ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കുമ്പോഴും പേഴ്സണൽ ആവശ്യത്തിന് അദ്ദേഹം സ്വന്തം മാരുതി 800 ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. ലൈക്ക് ആർക്ക് ചെയ്യാൻ പറ്റും അത്? പറയുമ്പോൾ ഒരു രാജ്യത്തിന്റെ ഫിനാൻസ് മിനിസ്റ്റർ ആണ്, എന്തൊക്കെ തരത്തിൽ അദ്ദേഹത്തിന് ലക്ഷറിയസ് ആയിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ളത് നമുക്കൊക്കെ ഊഹിക്കാൻ പറ്റാവുന്നേ ഉള്ളൂ. പക്ഷെ അതൊക്കെ മാറിയിട്ട് വെരി ലേമാൻ ആയിട്ടുള്ള അദ്ദേഹം എങ്ങനെയായിരുന്നു മുമ്പ് അതുപോലെ തന്നെയുള്ള ജീവിതമായിരുന്നു മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായിരുന്നു. അവിടെയാണ് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ വന്നത്. അത്രയും കാലം അദ്ദേഹം രാജ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ട് ഒരു ആരോപണം വന്നപ്പം അദ്ദേഹം കീപ്പ് ചെയ്തിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ഉണ്ട്. ഞാൻ ഭയങ്കര റെസ്പെക്റ്റോടെ കാണുന്നതാണ് ആ ഡിസിപ്ലിനെ. കാരണം എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അറിയാം എന്തൊക്കെ ഇപ്പം പറഞ്ഞാലും ഒന്നും വില പോവില്ല. അത് ഈ മീഡിയക്കും ഈ കാണുന്ന പത്രമാധ്യമങ്ങൾക്കും അദ്ദേഹത്തിനെ വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കാനുള്ള നൂലായിരിക്കും അത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കീപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ ആ ഒരു സൈലൻസ്, ആ ഒരു ഡീസൻസി, അത് ഇന്നത്തെ നമ്മുടെ നേതാക്കള് കണ്ടുപഠിക്കേണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് ഒന്നിനോടും തിരിച്ചു ചോദിക്കാതെ അല്ലെങ്കിൽ ഒന്നിനോടും തിരിച്ചു ചോദിക്കാതെ കാലം മുന്നോട്ട് പോവില്ല എന്നുള്ളതാണ്. കാലം അതിന് മറുപടി കൊടുക്കുകയും ചെയ്തു. നമ്മളൊക്കെ കണ്ടതാണ് അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള ഓരോ ആരോപണങ്ങളുടെയും വിധി എന്തായിരുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ദ ഹിസ്റ്ററി വിൽ ബി മോർ കൈൻഡർ ടു മീ ദാൻ ദ മീഡിയ എന്ന് പറയുന്നത്. വ്യക്തിപരമായിട്ട് ഭയങ്കര വിഷമം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റും കൂടിയായിരുന്നു. കാരണം ഒരു മനുഷ്യനെ വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കാൻ പറ്റാവുന്ന മാക്സിമം ചെയ്യുകയും അതൊന്നും പതറിയിട്ടുണ്ടെങ്കിലും പിടിച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള ആ ഒരു നിശബ്ദമായിട്ടുള്ള ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ആ ഒരു സൈലൻസിന്റെ പവർ എന്ന് പറയുന്നത് ദാറ്റ് വാസ് അമേസിങ്.
അദ്ദേഹത്തിൻ്റെ ആൻഡ് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുള്ളൊരു സാധനം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം മരണപ്പെട്ട സമയത്ത് നമ്മുടെയൊക്കെ ഇൻസ്റ്റഗ്രാം സ്റ്റോറികളിലൂടെ അദ്ദേഹത്തിൻ്റെ റെസ്യൂമിൻ്റെ ഇൻബിറ്റ്വീനുള്ള കുറച്ച് പേജുകൾ നമ്മളൊക്കെ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഓരോന്ന് വായിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റുകൾ, അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിളുകൾ, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, എനിക്കറിയില്ല ഇതുപോലെ ഒരു 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 നേതാവ് ചിലപ്പം അബ്ദുൽ കലാം സാറൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. അതിനുശേഷം ചിലപ്പം ഒരു തരത്തിലുള്ള പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും വരാത്തൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അക്കാഡമിക്സിൽ, അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തിൽ അതൊക്കെ വീണ്ടും തേച്ച് മിനുക്കി മമ്മൂട്ടി പറഞ്ഞ പോലെ തേച്ച് മിനുക്കി അദ്ദേഹം ഡേ ബൈ ഡേ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആർട്ടിക്കിളുകളിലൂടെയും പുസ്തകങ്ങളിലൂടെയും അദ്ദേഹം എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴുള്ള എത്ര നേതാക്കന്മാരുടെ റെസ്യൂമേൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും എന്നുള്ളത്, എത്ര പേജുകൾ ഉണ്ടായിരുന്നു അത് എന്നുള്ളതാണ്. ഇനി ഇത്തരത്തിലുള്ള ഒരു വെൽ റൂട്ടഡ് ആയിട്ടുള്ള, ചെയ്യുന്ന ജോലിയിൽ, ചെയ്യുന്ന മേഖലയിൽ ഇത്രയും റൂട്ടഡ് ആയിട്ടുള്ള നോളജ് ഉള്ള, ജ്ഞാനമുള്ള, അറിവുള്ള മനുഷ്യൻ നമുക്കുണ്ടോ എന്നുള്ളത് നമ്മളൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുകയാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള മനുഷ്യന്മാരുടെ വിടവുകൾ, വോയിഡുകൾ, ആ ഒരു ഗ്യാപ്പായിട്ട് തന്നെ വോയിഡായിട്ട് തന്നെ നിലനിൽക്കുന്നത്. നമുക്ക് പ്രത്യാശിക്കാം ഇനി അത്തരത്തിലുള്ള നേതൃത്വം നമുക്ക് ഇനിയും ഉണ്ടാവും എന്നുള്ളത്. കാരണം നമുക്ക് പ്രത്യാശിക്കാനല്ലേ പറ്റുള്ളൂ. എനിവേയ്സ്, അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഞാൻ കുറച്ച് തോട്ടുകൾ പറയണമെന്നാണ് വിചാരിച്ചത്. ഐ ഹോപ്പ് ഐ കവേർഡ് എവറിത്തിങ്. ആൻഡ് എന്തായാലും നിങ്ങൾ കേട്ടോക്കെ.